ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈ സ്കിന്നാണ്. കാരണം എൻ്റെതൊരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഹോംലി ആയിട്ട് എങ്ങനെ നമുക്കൊരു സ്കിന്നിനെ നമുക്ക് കെയർ ചെയ്യാം, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് യൂസ് ചെയ്യുക. ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആദ്യം നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. സൗണ്ട് ഇതുവരെ ഓക്കെ ആയില്ല ഗൈസ്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇതൊക്കെ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് റെഡിയാകാൻ എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫേസ് എന്തായാലും ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടർ ഒന്ന് അബ്സോർബ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരുപാടങ്ങ് നമ്മൾ ഉരയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ കുറച്ച് മാത്രം. അതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ്. അപ്പോൾ സ്ക്രബിങ്ങിന് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തക്കാളിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് കോഫിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബ് മെറ്റീരിയലാണ്. അപ്പം ഞാനത് അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് തക്കാളിയും പഞ്ചസാരയും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഒരു ചെറിയ തക്കാളിയുടെ ഹാഫ് പോർഷന് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇത്രയും തന്നെ നമുക്ക് 2 പേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് സ്കിന്നിനെ ഇട്ട് നല്ലപോലെ നമ്മൾ ഹാർഡായിട്ട് റഫ് ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം ഇതൊക്കെ ചെയ്യുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സും ദേഹമൊക്കെ അലമ്പാവും. സോ കുളിക്കുന്നതിന് മുമ്പ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. വീക്കിലി ഒരു ടോയ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ടാനൊക്കെ പോവും, കരിഞ്ഞതൊക്കെ കുറച്ച് മാറുകയൊക്കെ ചെയ്യും ഗൈസ്. ഇത് ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടെ ഒരു തിൻ ഫോമിൽ കിട്ടും. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ പോർസിലൊക്കെ പെട്ടെന്ന് ചെയ്യാനും എക്സ്ഫോളേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാനിത് മിക്സിയിൽ ചെയ്തത്. വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പഞ്ചസാരയും കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് തക്കാളി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാം. അങ്ങനെയും ചെയ്യാൻ പറ്റും. എന്തായാലും ഇട്ടാലും ഇവിടെ വേറൊരാളും ഉണ്ട് ഗൈസ്, അപ്പോൾ അവനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം ഇങ്ങോട്ട്. ഇവൻ്റെതും ഡ്രൈ സ്കിന്നാണ്, സോ അത് ഇവനും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ഇട്ടാലും ഞങ്ങൾക്ക് പോകുന്നവർക്ക് ഇടേണ്ടി വരും. പിന്നെ ഒരാൾ ഹോസ്റ്റലിൽ പോയതുകൊണ്ട് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പോൾ ഗൈസ് ഞാൻ നല്ലപോലെ സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തു. നല്ല മധുരം പഞ്ചസാരയുടെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഒരു സ്ക്രബിങ് ഒരു 3 മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഫേസിലൊന്ന് അതൊക്കെ ഒന്ന് എന്താ പറയുക അബ്സോർബ് ചെയ്യുക. അതിന് വേണ്ടി കുറച്ച് ടൈം കൊടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് ഒക്കെ മതി. ഞാൻ അത്രയൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റായി ഗൈസ്. നമുക്ക് ആ ടൈം കൊണ്ട് പാക്കിനുള്ളത് ചെയ്യാം. അപ്പോൾ ഗൈസ് കുറച്ച് അരിപ്പൊടി, പിന്നെ സ്വല്പം മഞ്ഞൾ. ഇതിവിടെ പൊടിച്ചതാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് നല്ല കട്ട തൈര് ആഡ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പാക്ക് ഇതാ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ വാഷ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് അത് നമ്മൾ വാഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടും. ഇനി നമുക്ക് പാക്ക് ഇടാം, അപ്പോഴത്തേക്കും കാണാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇട്ട പാക്കുകളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റമാണ് അരിപ്പൊടി. സോ അരിപ്പൊടി ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എപ്പോഴും എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. സ്കിന്നിനാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലതാണ് ഗൈസ്. എന്തിട്ടാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളറ്, എന്തിനാ വെറുതെ. പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതായിരിക്കും ഗൈസ് നല്ലത്, അല്ലെങ്കിൽ ഇതുപോലൊക്കെ അലമ്പാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാക്കൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഈ ഒരു 50 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. 20 മിനിറ്റ്സ് കീപ്പ് ചെയ്താൽ അത്രയും ബെറ്റർ. മാക്സിമം 20 ഒക്കെ തന്നെ ധാരാളം. പിന്നെ 50-ലും ഇതാക്കാം. പക്ഷെ പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം സംസാരിക്കാതിരിക്കുക. ഒരു 50 to 20 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ നമ്മൾ ഫേസിനെ അങ്ങോട്ട് സ്കിന്നൊക്കെ അല്ലെങ്കിൽ വലിയും. നമ്മൾ സംസാരിക്കുമ്പോൾ സ്കിന്നൊക്കെ വലിഞ്ഞു. എൻ്റെ ലൈറ്റിൻ്റെ മുമ്പിൽ അത് മാറുമോ? അപ്പോൾ ഒരു 50 to 20 മിനിറ്റ്സ് എന്തായാലും ഹോൾഡ് ചെയ്യുക. അപ്പോൾ അതുവരെ സംസാരിക്കാതൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ സ്കിന്ന് വലിഞ്ഞു പോവും. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. അപ്പോൾ ഗൈസ് ഇത് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്, പോയി വാഷ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ പാക്കും ഇട്ട് കഴിഞ്ഞു. അപ്പം അത്യാവശ്യം സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പം വീക്കിലി ഒരു ട്വൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ പാർലറിലൊന്നും പോയി ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ തന്നെ മതി. ഇത് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടും. വീട്ടിൽ തന്നെ ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ പറ്റും ഗൈസ്. അപ്പം പിന്നെ നമ്മളെന്തിനാ വെറുതെ പൈസ കളയുന്നേ? എന്താന്ന് പരസ്യക്കാർ പറഞ്ഞ ഇതുണ്ടല്ലോ ഈ മുഖത്തിടുന്ന അവര് നിന്നെ പിടിച്ചാണ് പറഞ്ഞാൽ അവര് ഇതൊക്കെ ചെലവാക്കാതിരിക്കുന്നവര്. എങ്ങനെയെങ്കിലും ആരെങ്കിലും കാശ് തന്ന് ചെലവാക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നീ ഇങ്ങനെ കാണിക്കുമ്പോ ഉണ്ടല്ലോ ഇല്ല കാശ് അവർക്ക് കിട്ടത്തില്ല. മനസ്സിലായ? അവരെന്തെങ്കിലും ആയിട്ട് നമുക്കും ജീവിക്കണ്ടേ ഗൈസ്? നമ്മൾ ഹോമിലി നമ്മൾ എങ്ങനെ ജീവിക്കാം അങ്ങനെ നമ്മൾ റെമഡീസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. മച്ചാമ്മ പറയുന്നത് പരസ്യക്കാര് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞാൽ പരസ്യക്കാർ എന്നെ വന്ന് തട്ടുവെന്നാണ്. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ എന്താന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. കച്ചവടത്തിന് ഇരിക്കുന്നവർക്ക് പൈസ വേണ്ട. അങ്ങനൊന്നും ഇല്ല മച്ചാണ്. ഗൈസ് എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു റെമഡിയാണ്. നമുക്ക് ഹോംലി നമുക്ക് വെട്ടി തിളങ്ങാൻ പറ്റും ഗൈസ്. അത്യാവശ്യം ടാൻ പോയി. എൻ്റെ സമാധാനമായി. ഇന്ന് എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. പിന്നെ ഇതുപോലത്തുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റ. ടാറ്റ വരുന്നില്ല. കാണാം. ടാറ്റ.